കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ആൻറ്റി എന്നെ വിളിച്ചു. മലയാളിയാണ്, ഒരു ബാംഗ്ലൂർ സെറ്റിൽഡാണ്. ആ പുള്ളിക്കാരി പറഞ്ഞു കഴിഞ്ഞാൽ 10-15 വർഷം മുമ്പ് ഹസ്ബൻഡ് മരിച്ചു പോയാണ്. അപ്പോൾ അവരെൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. ഇടയ്ക്ക് കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഒരു കമൻ്റൊക്കെ ഇട്ട് ജസ്റ്റ് ഹായ് ഹൂയ് എത്രയേ ഉള്ളൂ. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടോ ഞാൻ ഭയങ്കര ധർമ്മസങ്കടത്തിലാണ്. കാരണം ഒരു മോനും ഒരു മോളും ഉള്ളത്. മകൻ്റെ കല്യാണം ഏതാണ്ട് ഒരു 4 മാസം മുമ്പ് കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇപ്പോൾ ആ മോനും മോളും പറയുന്നത് അമ്മ ഞങ്ങളോട് നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല, അമ്മ വേറെ വിവാഹം കഴിക്കണം. അപ്പം എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഇനി ഈ പ്രായത്തിൽ എന്തോ വിവാഹമാണ്. പക്ഷെ പിള്ളേർ ഭയങ്കര ഫോഴ്സ്ഫുള്ളി എന്ത് പറയണം, ഈ പിള്ളേരെങ്ങനെ ഇങ്ങനെ മാറിപ്പോയെന്ന് എനിക്കറിയത്തില്ല. നല്ല സ്നേഹമുള്ള മക്കളായിരുന്നു. പക്ഷേങ്കിൽ അവർ പറയുന്നത് ഞങ്ങളോട് നിൽക്കണ്ട, അമ്മ വേറെ കല്യാണം കഴിക്കുന്ന ഒരാളോട് അവർ വേണമെങ്കിൽ ഒരു ഫ്ലാറ്റ് എടുത്തു തരാം, നിങ്ങൾ അവിടെ കഴിഞ്ഞാൽ മതി എന്ന് പറയുന്നു. എനിക്ക് ഇനിയൊരു കല്യാണ ജീവിതത്തെപ്പറ്റി ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല, അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആപ്പാടെ ധർമ്മസങ്കടത്തിലാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടുന്ന ഒരാളാണെങ്കിൽ കെട്ടിലും കഴിച്ചാൽ മതിയല്ലോ, മക്കൾ പറഞ്ഞല്ലേ, പിന്നെ എന്താ ഈ മക്കളുടെയൊക്കെ ഭാവമാറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു പക്ഷേ അമ്മ ബാധ്യതയാവും ചിലപ്പോൾ തോന്നിക്കാണുമായിരിക്കും. ഇനി മക്കൾ പറഞ്ഞല്ലോ, നിർബന്ധിക്കുന്നില്ല. അവർ പറയുന്നത് അവർ 2-3 പേരെ കണ്ടുവച്ചിട്ടുണ്ട്, വന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ താല്പര്യമുണ്ട് ആൻറ്റി കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു ക്യാഷ്വൽ ടോക്കിൽ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഒരു 4 ദിവസം കഴിഞ്ഞ് എന്നെ ഈ പുള്ളിക്കാരി വിളിച്ചു. അപ്പോൾ ഞാൻ ഏതൊരു മീറ്റിങ്ങിലായിരുന്നു. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു, എന്നെ ഫ്രീ ആകുമ്പോൾ വിളിക്കണം, എനിക്ക് അത്യാവശ്യം സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു. പിന്നെ പറഞ്ഞിടൂ, ഞാനൊരു കാര്യം പറഞ്ഞു, താനൊട്ടും വിശ്വസിക്കത്തില്ല. ഞാൻ പറഞ്ഞു പറ എന്താ സംഭവം. മക്കളുടെ നിർബന്ധപ്രകാരം ഒരാൾ കാണാൻ വന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ആൻറ്റിക്ക് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളുമായിട്ട് ഇഷ്ടമായിരുന്നു. അത് സാമ്പത്തികമായിട്ടൊക്കെ ഇച്ചിരി പ്രശ്നമൊക്കെ ഉള്ളത് കാരണം വീട്ടിൽ ഒരു കാരണവശാലും ഈ വിവാഹം നടത്തി തരില്ല എന്ന് തീർത്ത് പറഞ്ഞതുകൊണ്ട്, അതുമല്ല അപ്പനും അമ്മയും എതിർക്കാവുന്ന പുള്ളിക്കാരിക്കുള്ള ഒരു അന്നത്തെ ഒരു മാനസികാവസ്ഥ പറ്റത്തില്ല. അവർ കാണിച്ചു കൊടുത്ത പയ്യനെ കല്യാണം കഴിച്ചങ്ങ് പോയി. അപ്പോൾ അന്ന് തൊട്ട് ഈ ഇഷ്ടപ്പെട്ട പയ്യനുമായിട്ട് യാതൊരു കോണ്ടാക്റ്റ് ഒന്നുമില്ല. പഴയ കാലമാണ്. ഈ ഒരു സംഭവം പുള്ളിക്കാരുടെ ഡയറിയിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹസ്ബൻഡ് മരിച്ചിട്ട് എനിക്കൊന്ന് 10-15 വർഷത്തോളമായി. ഈ മക്കൾ ഞാൻ പറഞ്ഞില്ലേ, മകൻ കല്യാണം കഴിച്ചിട്ട് 4 മാസമേ ആയുള്ളൂ. ഈ മകൻ്റെ കല്യാണ സമയത്ത് വീടെല്ലാം ഒന്ന് റിനോവേറ്റ് ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് കൂട്ടത്തിൽ ഈ ഡയറി ഇവർക്ക് കിട്ടി. അതായത് ഈ മോൾക്കും മോനും കിട്ടി. അവർ വായിച്ചു നോക്കിയപ്പോൾ ഇങ്ങനൊരു മനുഷ്യനെ പറ്റി എഴുതി. അവർ തപ്പി പിടിച്ചു ഈ മനുഷ്യൻ എവിടെയാണ്. അവരൊരു നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് ഈ മനുഷ്യൻ വേറെ കല്യാണം കഴിക്കാതെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ നിൽക്കുന്നൊരു മനുഷ്യൻ അവർ പോയി കണ്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരനൊരു പേടി, കാരണം ഇനി ഈ പുള്ളിക്കാർ സ്വീകരിക്കും. അവർ പറഞ്ഞില്ല, ഞങ്ങൾ അമ്മയെ പറഞ്ഞ് സമീപിച്ചോളാം, നിങ്ങൾക്ക് കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു. അപ്പം അങ്ങനെ പുള്ളിക്കാരി വന്ന് കണ്ടു. അപ്പോൾ ഇവരുടെ സമൂഹത്തോട് തന്നെ ഇത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി കൊള്ളാം, സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനിത് പറഞ്ഞോട്ടെ എന്ന് വെച്ചൊരു കാര്യം. ഏട്ടൻ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു. കാരണം മാനസികമായിട്ട് പുള്ളിക്കാരി 10-15 വർഷമായി ഹസ്ബൻഡ് മരിച്ചിട്ട് തന്നെ ഒരു ജീവിതം മുന്നോട്ട് ഇനി എങ്ങനെയാണെന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. ഉള്ളിൽ ഒരു ജീവിത പങ്കാളി വേണം. ഹസ്ബൻഡ് മരിച്ചു പോയാലുള്ള വിഷമമാണ്, വേണമെന്ന് കരുതിയിരുന്നപ്പോൾ. പക്ഷേ മക്കളൊക്കെ ഉണ്ടല്ലോ, ഇനിയും ഉള്ളത് കാരണം പലപ്പോഴും പുറമോട്ട് മാറിയപ്പോൾ ഈ മക്കൾ മുൻകൈ എടുത്ത കാരണം ഇത് ചേർന്ന് പോയി. ഒരു വളരെ ഹാപ്പിയായിട്ടാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഇത് കേട്ട ഉടനെ ഓൾറെഡി എൻ്റെ കുറേ വീഡിയോസ് ഷെഡ്യൂൾഡായിട്ട് വെച്ചേക്കുന്ന കാരണം ഈ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് സമയമില്ല. അപ്പോൾ എന്നാലും എനിക്ക് കേട്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പെട്ടെന്നൊരു റീൽസ് പോലെ ഞാൻ പറഞ്ഞു ഫേസ്ബുക്കിൽ. പക്ഷെ ഒരുപാട് കമൻറ്റ് വന്നു, ഇഷ്ടം സിനിമ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ്. എന്തെങ്കിലും നമ്മൾ കമൻ്റ് ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇൻഫർമേഷൻ, നല്ലൊരു തോട്ട് ഇങ്ങനെ വേണം മക്കളായാൽ. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്കൊരു ജീവിതം കൊടുക്കണം. മക്കളപ്പോൾ ആൻറ്റിയുടെ വിഷമം അങ്ങ് മാറി. കാരണം എന്താണ് മക്കൾ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി സംസാരിക്കാൻ ഇവർ പേടിച്ചു. കാരണം ഇത്രയും നാൾ സ്നേഹത്തോടിരുന്ന മക്കൾ, ചില ആൾക്കാരുണ്ടല്ലോ കല്യാണം കഴിഞ്ഞപ്പോൾ അങ്ങ് സ്വഭാവം മാറി. പക്ഷേ മക്കൾ സ്വഭാവം മാറിയല്ല, അമ്മയുടെ സന്തോഷം മുന്നിൽ കണ്ട് മക്കൾ ചെയ്തതാണ്. അപ്പോൾ ഞാനൊന്ന് കുറേ പേര് കമൻറ്റ് ഇട്ടപ്പം ഞാൻ പറഞ്ഞു, വിശദമായ വീഡിയോ ഞാൻ പറയാം എന്ന് പറഞ്ഞു. ഈ അടുത്തിടയ്ക്ക് കൊല്ലത്താണോ അതോ അഞ്ചലിലാണോ ഇതേപോലൊരു സമാനമായ സംഭവം ഞാൻ ന്യൂസിൽ വായിച്ചായിരുന്നു. പക്ഷേ ഇതിപ്പം ബാംഗ്ലൂർ നടന്ന സംഭവമാണ്, മലയാളി കുടുംബത്തിൽ നടന്ന സംഭവമാണ്.
വളരെ നല്ലൊരു കാര്യം, നല്ല ഡിസിഷൻ, നല്ല മനസ്സുള്ള മക്കളാണ്. അപ്പനെ അമ്മയും കരുതണം, സ്നേഹിക്കണം. അവരുടെ ഏകാന്തതയിൽ ഒരു തുണയെ അവരായിട്ട് തന്നെ ഒരുക്കി കൊടുത്തത് നല്ലൊരു കാര്യം തന്നെ, മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എല്ലാവർക്കും ഒന്നും ഡൈജസ്റ്റ് ആവില്ല, ചില ആൾക്കാർക്കൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് അവരുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്. ഒരു പക്ഷേ ഉള്ളിൽ ചിലപ്പോൾ വിഷമം ഉണ്ടായിരിക്കും, പുറത്ത് കാണിക്കാത്തതായിരിക്കും. പിന്നെ ഓരോരുത്തരുടെ ഓരോ കൺസെപ്റ്റാണല്ലോ. അവരുടെ ജീവിതം അവർ ജീവിച്ച് തീർക്കട്ടെ. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.